2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ്? ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ട്വിസ്റ്റ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും LDF BJP UDF പോരാട്ടം നടക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2026 തെരഞ്ഞെടുപ്പ് അതിനിർണായകം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിൽ പല രീതിയിലുമുള്ള സർവേ റിസൾട്ടുകൾ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് കൊല്ലത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഏറ്റവും പുതുതായിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങൾ കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ചാത്തന്നൂർ, കൊല്ലം, ഇരവിപുരം ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. അതിൽ തന്നെ ആദ്യം നമുക്ക് കരുനാഗപ്പള്ളി നോക്കാം. കരുനാഗപ്പള്ളി നിലവിൽ UDF ആണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 LDF തൂത്തുവാരിയ ഒരു സ്ഥലമാണ് ഈ പറയുന്ന കൊല്ലം. ഈ കൊല്ലത്ത് 2021 തൂത്തുവാരിയപ്പോൾ 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ട്വിസ്റ്റ് തന്നെയാണ്. അതിൽ കരുനാഗപ്പള്ളി നിലവിൽ UDF ആണ് ഭരിക്കുന്നത്. അത് 2026 അതായത് 2026 വരുമ്പോഴത്തേക്കും എന്ത് അട്ടിമറി സംഭവിക്കും? 2026 UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത് കരുനാഗപ്പള്ളി. ഇനി കുന്നത്തൂറാണ് നോക്കാൻ പോകുന്നത്. കുന്നത്തൂർ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും കൊട്ടാരക്കര നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത്. ചവറ നോക്കുമ്പോഴത്തേക്കും ചവറയിൽ നിലവിൽ LDF ആണ്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അതായത് UDFിലേക്ക് ആ സീറ്റ് അട്ടിമറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നത്. പത്തനാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. ഇനി പുനലൂരിലേക്ക് വരുമ്പോഴത്തേക്കും പുനലൂർ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ചടയമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചടയമംഗലത്ത് നിലവിൽ LDF ആണെങ്കിൽ പോലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ LDF വോട്ടുകൾ കുറയാനും UDF BJP വോട്ടുകൾ കൂടാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJP വോട്ടുകൾ നിലവിൽ അവർക്ക് അവിടെ 20,000-ലധികം വോട്ടുകൾ അവിടെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വിജയ സാധ്യത തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നു. കുണ്ടറയിൽ നിലവിൽ UDF ആണ്. UDF ആ സീറ്റ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലത്ത് നിലവിൽ LDF ആണ്. ആ സീറ്റ് UDFിലേക്ക് മറിയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. ഇരവിപുരം നിലവിൽ LDFിൻ്റെ കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ നിലവിൽ LDF ആണെങ്കിലും അവിടെ ഒരു ത്രികോണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ BJP 2ാം സ്ഥാനത്താണ്. LDF ആണ് ആ സീറ്റ് നേടിയെടുത്തിരിക്കുന്നത്. UDF അവിടെ 3ാം സ്ഥാനത്താണുള്ളത്. അവിടെ തീർച്ചയായിട്ടും BJP അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാത്തന്നൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും സർവേ ഫലം സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ അവിടെ LDFിന് വോട്ട് കുറയുകയും BJPക്ക് വോട്ട് കൂടുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ ഒരു അട്ടിമറി സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയായിരിക്കും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. 2016 കണക്ക് നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും LDFിൻ്റെ വോട്ടുകൾ LDF വിജയിച്ച ഭൂരിപക്ഷം അത് 2021 വന്നപ്പോഴത്തേക്കും ഏകദേശം 10,000-ഓളം വോട്ടുകൾ കുറയുകയാണ് LDFിന് അവിടെ ഉണ്ടായത്. BJPക്ക് ഏകദേശം 10,000-ഓളം വോട്ടുകൾ അവിടെ കൂടുകയാണ് ഉണ്ടായത്. അത് 2026 വരുമ്പോഴത്തേക്കും വീണ്ടും LDFിന് വോട്ടുകൾ കുറയുകയും BJPക്ക് വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നത് LDFിന് തന്നെയായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എന്ത് അട്ടിമറിയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ്. പ്രവചനാതീതമായിട്ട് തന്നെയാണ് ചാത്തന്നൂരത്തെ കാര്യമെന്ന് പറയുന്നത്. LDF BJPക്ക് സാധ്യത 50% നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. UDF തീർച്ചയായിട്ടും ഒരു 3ാം സ്ഥാനം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDFിന് വോട്ടുകൾ നേരിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയേക്കാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 ഭൂരിഭാഗം സീറ്റുകളും തൂത്തുവാരിയ LDFിനെ സംബന്ധിച്ചിടത്തോളം 2026 വരുമ്പോഴത്തേക്കും അതായത് 2021 LDF 9 UDF 2 സീറ്റുകളും എന്നുള്ള കണക്കായിരുന്നെങ്കിൽ 2026 വരുമ്പോഴത്തേക്കും ഇതിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യം 100% ഉറപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് LDFിൻ്റെ സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും UDFിൻ്റെ സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലവും കൂടി ആകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് 2 സീറ്റുകളാണെങ്കിൽ ആ സീറ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം. LDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് 9 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ അത്
6ലേക്കോ 5ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. BJPക്ക് ഒരു സീറ്റിൽ വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. എന്ത് അട്ടിമറിയും സംഭവിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുമെന്നുള്ളത് വ്യക്തമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൂത്തുവാരലൊന്നും തന്നെ കൊല്ലത്ത് നടക്കില്ലെങ്കിൽ പോലും UDFിന് ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുവാണെങ്കിൽ LDFിന് കനത്ത തിരിച്ചടിയാണ് കൊല്ലത്ത് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലൊരു തിരിച്ചടി ഈ വരുന്ന 2026 സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് വെച്ച് നോക്കുവാണെങ്കിൽ LDFിന് സീറ്റുകൾ കുറയുമെന്നുള്ളത് വ്യക്തമാണ്. അത് 6ലേക്കോ 5ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളെക്കാട്ടിലും 2 സീറ്റുകളെങ്കിലും കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJPക്ക് ഒരു സീറ്റിൽ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും സർവേ ഫലങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം അവിടെ LDFിനോ UDFിനോ BJPക്കോ നേടിയെടുക്കാൻ സാധിക്കുമോ, അതല്ല അവിടെ സർവേ ഫലങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്.